ഹലോ വെൽക്കം ബാക്ക് ലിപ്പി വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽസ് റെക്കമെൻഡേഷൻ ആയിട്ടാണ്. നൈക്കയുടെ ഹോട്ട് പിങ്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 17th സ്റ്റാർട്ട് ചെയ്തു, അപ് ടു 27 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കുറേ പ്രൊഡക്ട്സ് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 5000 പ്രൊഡക്ട്സ് MRP ഉള്ള പ്രൊഡക്ട്സ് അറൗണ്ട് 2500-നുള്ളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചില സെയിൽസ് റെക്കമെൻഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങാവുന്നതാണ്. ഓക്കെ, ആദ്യം തന്നെ നൈക്കയ്ക്ക് 50% ഓഫ് ഉണ്ട്. അപ്പോൾ നൈക്കയിൽ ആദ്യം കുറച്ച് ലിപ് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് സംഭവം തന്നെ നൈക്കയുടെ ക്രീമി മാറ്റ് റേഞ്ചിൽ ഒരു ലിപ്സ്റ്റിക്ക് യോ ലാറ്റെ. ഇതൊരു ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡാണ്. ഇതാണ് സ്വാച്ച് ചെയ്തത്. ഒരു പിങ്ക് അണ്ടർടോണും ഒരു ഓറഞ്ച് അണ്ടർടോണും എല്ലാ അണ്ടർടോണും വരുന്ന ഒരു ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോണിനും ചേരും. സോ നിങ്ങൾക്ക് ക്രീമി മാറ്റ് റേഞ്ചാണ്, ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് നല്ലതാണ്. അത് നല്ല ഡിസ്കൗണ്ടിൽ ബിലോ 200 160 റുപ്പീസിനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോംബോ ആയിട്ടൊക്കെ അണ്ടർ ₹500 ആവുന്നുള്ളൂ. ഇത് ഞാൻ ഒരുപാട് മുമ്പ് തന്നെ വാങ്ങിച്ചതാണ്. ഉണ്ടോ, എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്ന ഇതൊരു റെക്കമെൻഡേഷനാണ്. ഇതിൻ്റെ എല്ലാ റേഞ്ചിലും ഒരുപാട് നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്. നൈക്കയിലെ ഏറ്റവും അധികവും ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ്. നെക്സ്റ്റ് വരുന്നത് നൈക്കയുടെ ലക്സ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൽ ഒരുപാട് നല്ല നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു മാഗ്നറ്റിക്, അതിൻ്റെ ഷെയ്ഡ് റേഞ്ച് ഏകദേശം വരുന്നത്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ട്രഫിളാണ്. അതൊരു പിങ്ക് അണ്ടർടോൺ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. കണ്ടോ, നിങ്ങൾക്ക് ഒരു സ്വാച്ച് കാണിച്ചു തരാം. ഉണ്ടോ, കാണുമ്പോൾ ഒരു പിങ്കാണ്, പക്ഷെ ഒരു ബ്രൗൺ ആണ്. ഓരോ ഇതിൽ ലൈറ്റിങ്സിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ ഗ്ലോസി ലിപ്സ്റ്റിക്കാണ്, ശ്രദ്ധിക്കണം. ഇപ്പോൾ ട്രാൻസ്ഫർ ആവും. പിന്നെ ഒരു ഷെയ്ഡ് നമ്മുടെ മാക്കിൻ്റെ വേളായിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ള നൈക്കയുടെ തന്നെ സെയിം റേഞ്ചിൽ തന്നെ ആർട്ടിസണൽ കോഫി ഉണ്ടോ. ഇത് നമ്മുടെ മേബിളിൻ്റെ ന്യൂഡ് നുവാൻസ് ഒക്കെ ഇല്ലേ, ആ ഒരു ഷെയ്ഡുമായിട്ട് മാക്കിൻ്റെ വേർഡുമായിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഒക്കെ 850 റുപ്പീസ് എനിക്ക് തോന്നുന്നു. ഇതിന് 849 റുപ്പീസ് ഒറിജിനൽ പ്രൈസ്. ബട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ബിലോ 500, അല്ലെങ്കിൽ ആ 500 ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. നൈക്കയുടെ ഇപ്പം ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റ് നൈക്കയുടെ സൂപ്പർ ലൈറ്റ് ക്ലൗഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സിനമൺ സ്വേളാണ്. ഇതിൻ്റെ സ്വാച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡ് ഫോർ ഡസ്കി സ്കിൻ ടോൺ. അതുമാത്രമല്ല ഫെയർ സ്കിൻ ടോൺ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല ഫെദർ ലൈക്ക് അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. ഡ്രൈയിങ്ങേ അല്ല. ട്രാൻസ്ഫർ നെഗ്ലിജിബിൾ ട്രാൻസ്ഫറേ ഉള്ളൂ. ശരിക്കും ഇതിന് 700 എബവ് ഒക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ഓഫറിൽ വിത്തിൻ ₹600 500 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു നെഗ്ലിജിബിൾ ട്രാൻസ്ഫർ, ചെറുതായിട്ടൊരു ട്രാൻസ്ഫർ ഉണ്ട്. എന്നാലും നമ്മളെ ലിപ്സിനെ ഒരിക്കലും ഡ്രൈ ആക്കില്ല. ഇതാണ് ഒരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ നൈക്കയുടെ സൂപ്പർ ലൈറ്റ് ഫെദർ ടച്ച് ലിപ്സ്റ്റിക് സെയിം റേഞ്ചിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ബുള്ളറ്റ് വേർഷൻ ബ്രീസി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണത്. അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റ് വേർഷനിലുള്ള സെയിം പാക്കേജിങ് ബുള്ളറ്റ് വേർഷനിലുള്ളത് ഇതിങ്ങനെ മാഗ്നറ്റിക് പാക്കേജാണ്. ഇതിങ്ങനെ ഒരു ഷെയ്ഡ് നല്ലൊരു മാവി ബ്രൗൺ. ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ക്രീമി ടെക്സ്ചറാണ്. ഇതിൻ്റെ സ്വാച്ച് വേണമെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സ്വാച്ച് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ചേരും. പക്ഷേ ട്രാൻസ്ഫർ ആവുന്ന ടൈപ്പാണ്. എന്നാലും 3 to 4 hours ഉറപ്പായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ്. നൈക്കയുടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ലോറിയലാണ്. ലോറിയലിൻ്റെ ഇൻഫോളിബിൾ മാറ്റ് റെസിസ്റ്റൻസ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 150 ലേസി സൺഡേ. നല്ലൊരു ഡീപ്പ് മെറൂണിഷ് ബ്രൗൺ, മെറൂണിഷ് ഡീപ്പ് സ്കിൻ ടോണിന് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ലിപ്സ്റ്റിക്കാണ്. ഒരുവിധമൊക്കെ പിടിച്ച് നിൽക്കുന്ന ലിപ്സ്റ്റിക്ക്. അതായത് നിങ്ങൾക്ക് ചെറിയൊരു ബ്ലറിങ് ആവും. അതായത് നമ്മൾ ആഫ്റ്റർ 1 ഫുഡ് ചെറുതായിട്ട് പോകേണ്ട ഒരു ടെൻഡൻസി ഉണ്ട്. എന്നാലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലിപ്സ്റ്റിക്കാണ്.
ഇത് ഡീപ്പ് സ്കിൻ ടോണിന് ഈ ഒരു ലേസി സൺഡേ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ്, ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ വേർത്ത് ഇറ്റ് മീഡിയം, വേർത്ത് ഇറ്റ് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ഷെയ്ഡാണ്. അതൊക്കെ നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തത് ലേസി സൺഡേ ആണ്. ഇതിൻ്റെ സ്വാച്ചസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലോറിയലിൻ്റെ ഒരു നെക്സ്റ്റ് പ്രൊഡക്റ്റാണ് ലോറിയലിൻ്റെ റൂജ് സിഗ്നേച്ചർ ലിപ്സ്റ്റിക്. ഇത് സാധാരണ ഐ എക്സ്പ്ലോസ് എന്ന ഷെയ്ഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അതിൻ്റെ സ്വാച്ചും ഉണ്ട്. ബട്ട് ഇത് വേറൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ആൺ 43 ഐ ലിബ്രേറ്റ്, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഡസ്കി സ്കിൻ ടോൺ ഈ പിങ്ക് പറ്റും. നല്ലൊരു ഫുഷിയ പിങ്ക് ഷെയ്ഡാണ്. ഡസ്കിലേക്ക് പോകുന്നവർക്ക് മീഡിയം ഡീപ്പ് സ്കിൻ ടോണിന് വരെ ഈ ഒരു പിങ്ക് പറ്റും. പിങ്ക് ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, എന്നാലും നല്ല വാട്ടറി ടെക്സ്ചറാണ്. ഒരുവിധം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗ്ലിജബിൾ ട്രാൻസ്ഫർ അത്രേ പറയാൻ പറ്റൂ. അതേപോലെ തന്നെ ഇതേ പാക്കേജിങ്ങിൽ വേറെ ഷിഫോൺ സിഗ്നേച്ചർ ലിപ്സ്റ്റിക് ഷെയ്ഡ് ലൂസർ, നല്ലൊരു ചെറിയൊരു ബ്രൗൺ അണ്ടർടോൺ വരുന്ന ഒരു പിങ്ക് ടൈപ്പ് ഓഫ് നോഡാണ്. ഞാനിത് സ്വാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഡിസ്കൗണ്ട് ഉള്ളതാണ്. ലോറിയലിന് എനിക്ക് തോന്നുന്നു 40% ഷെയ്ഡ് ഓഫുണ്ട്. അതുപോലെ 899+ പർച്ചേസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ലോറിയലിൻ്റെ കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലാക്മേയുടെയും എനിക്ക് തോന്നുന്നു 50% ഓഫുണ്ട്. അതുപോലെ തന്നെ 699 എബോവ് എന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 10% ഓഫുണ്ട്. സോ അതിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ലാക്മേയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് ന്യൂ ഡ്രീം, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണും യോജിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആവില്ല. ഒരുവിധം ഒരു 4 hours ഒക്കെ ലാസ്റ്റ് ആവുന്ന കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ബിലോ 500 കിട്ടുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അതിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും. ന്യൂ ഡ്രീം, ന്യൂ ട്വിസ്റ്റ്, അങ്ങനെ ചില ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ റെഡ് ഇഷ്ടപ്പെടുന്നവർക്കാണ് ക്രിംസൺ റോസ്, അങ്ങനത്തെ ഷെയ്ഡൊക്കെ നല്ല ഷെയ്ഡാണ്. ഡീപ്പ് ബ്രൗൺസ് ഉണ്ട്, ബ്രൗൺ, എനിക്ക് തോന്നുന്നു ബ്രൗൺ എക്സ്പ്രസോ, നല്ല ഡീപ്പ് സ്കിൻ ടോൺ പോകുന്നത്. എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഈ ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ഒരുപാട് പേർക്ക് ഫാൻസ് ആയിട്ടുള്ള ഈ ഒരു അഫോർഡബിൾ റേഞ്ച്, അതിൻ്റെ ഒരു പൈസ കുറവുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. എപ്പോഴും എനിക്കൊന്ന് ടോപ്പ് 1 നിൽക്കുന്നുണ്ട് ഈ ഒരു ന്യൂഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡ്. എല്ലാവരും വാങ്ങിപ്പോകുന്ന ഷെയ്ഡ്സാണ്. അപ്പോൾ അതെന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും, അതെന്തായാലും നോക്കുക. ലാക്മേയുടെ പിന്നെ വരുന്നത് ലാക്മേയുടെ 925 വെയ്റ്റ്ലെസ് മാറ്റ് മൂസ് ലിപ്പ് ആൻഡ് ചീറ്റിംഗ് ബ്ലഷ് ആയിട്ട് കൂടെ യൂസ് ചെയ്യുന്ന ഇതൊരു വൈറൽ ഷെയ്ഡാണ്. ഒരുപാട് കാലം തൊട്ടേ ഉള്ളതാണ്. ബ്ലഷ് വെൽവെറ്റ്, നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. മോസ്റ്റ്ലി ഫെയർ സ്കിൻ ടോണാണ് ചേരുക. കൂൾ അണ്ടർടോൺ ഉള്ളവർക്ക് ഈ ഷെയ്ഡ് നോക്കാം. ബ്ലഷ് ആയിട്ടും നല്ലൊരു ഷെയ്ഡാണ്. അത്യാവശ്യം നിൽക്കും. മോസി ടെക്സ്ചർ ആയതുകൊണ്ട് നെഗ്ലിജബിൾ ട്രാൻസ്ഫർ, അത് മാത്രമേ പറയാൻ പറ്റൂ. അതേപോലെ തന്നെ ലാക്മേ ആബ്സല്യൂട്ട് ലിപ്പ് മൂസ്, ഇതിൻ്റെ പേര് മാറ്റി ലാക്മേ എക്സ്ട്രാ ഓർഡിനറി വെൽവെറ്റ് ലിപ്പ് മൂസ്. ഇതിൻ്റെ മിനി വേർഷൻ അവൈലബിൾ ആണ്. ഇതിനോട് സിമിലർ ആയിട്ടുള്ള കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ബട്ട് ഈ മോസി ടെക്സ്ചർ തന്നെയാണ് അതിനുണ്ടാവുക. ഇതിൻ്റെ ഫുൾ സൈസിന് കണ്ടോ 575 rupees ഫുൾ സൈസിന്. മിനി വേർഷന് 450 rupees ആണ്. എന്നാലും ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ലാക്മേയുടെ ഡേ ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇല്ല എൻ്റെ അടുത്ത്. വളരെ നല്ല, അതിന് 217 rupees മാത്രമേ ഉള്ളൂ. നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഡേ ക്രീംസൊക്കെ നോക്കുന്നവർ, ഒരു മോയ്സ്ചറൈസർ ഡേ ക്രീം, ഫെയർനെസ് ക്രീമൊക്കെ നോക്കുന്നവർ ലാക്മേയുടെ ഡേ ക്രീം ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ ലാക്മേയുടെ ഓയിൽ ആബ്സല്യൂട്ട് വേർഷനിൽ ഒരു ക്രീമുണ്ട്, ഡേ ക്രീം പോലെ തന്നെ നൈറ്റ് ക്രീം ഉണ്ട്. അതും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു മോയ്സ്ചറൈസർ പ്ലസ് ഫെയർനെസ് ക്രീം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് മേബലിൻ്റെ 45% ഓഫ് ഉണ്ട്. മേബലിൻ്റെ സൂപ്പർ സ്റ്റേ റേഞ്ച് മാറ്റ് ഇങ്ക് റേഞ്ച്. ഇത് ആമസോണിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് 70. വളരെ നല്ലൊരു നോട്ട് ഷെയ്ഡാണ്. ഇതിന് സ്വാച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സ്വാച്ച്. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. ഈ ഒരു ഷെയ്ഡ് ട്രാൻസ്ഫർ പ്രൂഫാന്ന് വെച്ചാൽ ഈവനിങ് വരെ നിൽക്കും. ഓയിൽ ബേസ്ഡ് മേക്കപ്പ് റിമൂവർ കൊണ്ട് മാത്രം റിമൂവ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ലിപ്സ്റ്റിക്കാണ്. ഇത് നിങ്ങൾക്ക് 300 വിത്തിൻ 300-350 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ആമസോണിൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. മാത്രമല്ല ഡസ്കി സ്കിൻ ടോണിന് സജസ്റ്റ് ചെയ്യുകയാണ് വോയേജർ എന്ന് പറഞ്ഞ ഷെയ്ഡ്, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ റൂളർ ലിമിറ്റഡ് എഡീഷൻ്റെ അത് നല്ല ഷെയ്ഡാണ്. ഇത് ഇപ്പോൾ നല്ല സൂപ്പർ ന്യൂഡ് ഫെയർ ടു മീഡിയം സ്കിൻ ടോണ് ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ ലാക്മേയിൽ ന്യൂഡ് ട്വിസ്റ്റ് അതിനേക്കാൾ ഇച്ചിരി ലൈറ്റാണ് അതൊക്കെ പോകുന്ന ഷെയ്ഡാണ്. ഫെയർ സ്കിൻ ടോൺ, ഫെയർ ടു ലൈറ്റ് സ്കിൻ ടോൺ ആണെങ്കിൽ സെഡക്ട്രസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് സൂപ്പർബാണ്.
ഇത് മീഡിയം സ്കിൻ ടോണിന് ഏറ്റവും പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ലിപ് ലൈനർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. നമ്മുടെ മാസിൻ്റെ ഡീപ്പ് ഡൗൺ ലിപ് ലൈനർ ഇല്ലേ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് നിൽക്കും. അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങുമാണ്. വൈനൽ ഇങ്ക് റേഞ്ച്, മേബലിൻ്റെ സൂപ്പർ സ്റ്റേ വൈനൽ ഇങ്ക് ഷെയ്ഡ് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ലതാണ്. ഇറസിസ്റ്റിബിൾ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണിത്. നല്ലൊരു വാം പിങ്ക് അണ്ടർടോണൊക്കെ ഉള്ളൊരു വാം ഷെയ്ഡാണ്. ഗ്ലോസിനെസ്സും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഉള്ളതാണ്. നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇതും നമുക്ക് പുതിയ ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ്. സ്വീറ്റ് ആൻഡ് സോർ, ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട് കുറേ നല്ല ഡീപ്പ് ബ്രൗൺ റെഡ് ഷെയ്ഡ്സൊക്കെ അവൈലബിൾ ആണ്. ഇറസിസ്റ്റിബിൾ മീഡിയം സ്കിൻ ടോണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ള ഷെയ്ഡ്സാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് മേബലിൻ്റെ ടെഡി ടിൻ്റാണ്. ഇത് ഓൾഡ് ഷെയ്ഡാണ്, ജൂലൈ ഫോറവർ. ഇത് കഴിഞ്ഞ് പുതിയ ന്യൂഡ് മസ്കാര ടയർ. ഇതൊക്കെ ഇതിന് ഏകദേശം ഒരു 800 റേഞ്ചിൽ പോകും. ബട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ 500 to 700 ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടും. ഈ സെയിൽ ടൈമിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ സംവാട്ട് സ്റ്റിക്കി ടെക്സ്ചറാണ്. അപ്പോൾ പലർക്കും ഇത് ഇടുന്നത് അറിയില്ല. ജസ്റ്റ് ഒരു സ്വൈപ്പ് മതി. പിന്നെയും നമ്മൾ ലെയർ ഓൺ ചെയ്യാനാണെങ്കിൽ സ്റ്റിക്കി എഫക്റ്റ് വരും. സോ ആ 1 സ്വൈപ്പ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടിൻറ്റ് കിട്ടും. ബേസിക്കലി ഇറ്റ്സ് എ ടിൻ, നോട്ട് എ ലിക്വിഡ് ലിപ്സ്റ്റിക്. യു വോണ്ട് ഗെറ്റ് കവറേജ് വിത്ത് ദാറ്റ്. എനിക്ക് തോന്നി മസ്കാരട്ടറിന് കുറച്ചും കൂടെ കവറേജ് ഉണ്ട്. ഇറ്റ്സ് എ ഡീപ്പ് ഷെയ്ഡ് ആയതുകൊണ്ട്. സോ ഒറ്റ സ്വാച്ചിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല ലിപ്സ്റ്റിക്കാണ്. അതർവൈസ് നിങ്ങൾക്ക് ഒരുപാട് ലെയർ ഓൺ ചെയ്യേണ്ട ലിപ്സ്റ്റിക്കാണ് വേണ്ടെങ്കിൽ നിങ്ങളിത് അവോയ്ഡ് ചെയ്യുക. കുറച്ച് താഴേക്ക് പോവുകയാണെങ്കിൽ ബിലോ 300 പോവുകയാണെങ്കിൽ മേബലിൻ്റെ സെൻസേഷൻ ലിക്വിഡ് ലിപ്സ്റ്റിക് മെയ്ഡ് ഈസി ഏറ്റവും വൈറലായിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നല്ലൊരു ഡീപ്പ് ഓറഞ്ച് ഷെയ്ഡ്, ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ്. ട്രാൻസ്ഫർ പ്രൂഫാണ്, കുറച്ച് നേരമൊക്കെ ലാസ്റ്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അധികം 500 അബവ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ബൈ ദിസ് മെയ്ഡ് ഈസി. മേബലിൻ സെൻസേഷണൽ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്പർ 11 മെയ്ഡ് ഈസി. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ പോകുന്നത് ഇൻസൈറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ റേഡിയൻസ് ഫിൽറ്റർ, ഷാർലറ്റ് ടിൽബറിയുടെ റേഡിയൻസ് ഫിൽറ്റർ. അതിൻ്റെ ഒരു ഡ്യൂപ്പാണ്. വിത്തിൻ 300 നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഷെയ്ഡ് 03 മീഡിയം ബേജ്. ഇത് നിങ്ങൾക്കൊരു ടിൻറ്റഡ് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം, ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം, കൺസീലറായിട്ട് യൂസ് ചെയ്യാം, എന്തായിട്ട് യൂസ് ചെയ്യാം. ഒരു ഗ്ലോനെസ് കിട്ടും നമുക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇൻസൈറ്റിൻ്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഷാർലറ്റ് ടിൽബറി അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റിയതാണ്. ഇത് നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഇൻസൈറ്റിൻ്റെ. എനിക്ക് തോന്നുന്നു 30%, 20% ഓഫ് എന്തായാലും ഇൻസൈറ്റിനുണ്ടാവും. പിന്നെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനം ഇൻസൈറ്റിൻ്റെ പ്രോ കൺസീലർ പാലറ്റ്. ഇതിൽ നിങ്ങൾക്കൊരു ഓറഞ്ച് കളർ കറക്റ്റർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഫെയർ മീഡിയം ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ കൺസീലർ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ബിലോ 200. എനിക്ക് തോന്നുന്നു വിത്തിൻ 150 റുപ്പീസ് നിങ്ങൾക്ക് ഈ സെയിലിൽ കിട്ടുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്യേണ്ട പ്രൊഡക്റ്റാണ്. ഡോണ്ട് ഗോ ഫോർ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ്. യു ക്യാൻ ട്രൈ ദിസ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇൻസൈറ്റിൻ്റെ പ്രൈം മാറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് 11 അക്വ വൾവ. ഇതൊരു നല്ലൊരു വെറൈറ്റി പാക്കേജിങ്. കണ്ട ലക്ഷറിയസ് ലിപ്സ്റ്റിക് അല്ല. ഇതിന് 1000 രൂപയെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. കാരണം അത് തോന്നുന്നുണ്ട്. അതിൻ്റെ പാക്കേജിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിലോ 200 ആണ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ബിലോ 180 ഒക്കെ കിട്ടും. നല്ലൊരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡാണ്. ഓക്കെ, ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഇത് ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ ലോറിയൽ പാരീസിൻ്റെ സാറ്റിൻ മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് വർത്ത് ഇറ്റ് ഇൻറ്റൻസ്, അതിൻ്റെ ഡ്യൂപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആയിരിക്കില്ല. 650 റുപ്പീസാണ് അതിന്. സോ ഇതിന് നിങ്ങൾക്ക് 180 റുപ്പീസിന് അതേ ഷെയ്ഡ് കിട്ടും. ബട്ട് നോട്ട് ദി ഫോർമുലേഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോർമുലേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസൈറ്റിൻ്റെ പ്രൈം മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് 11 ട്രൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ദ സെയിം ഷെയ്ഡ് ആസ് വർത്ത് ഇറ്റ് ഇൻറ്റൻസ്. വാട്ടർ ബേസ്ഡ് ടിൻറ്റ് നോക്കുന്നവർ ഉറപ്പായിട്ട് നോക്കാം. എർത്ത് എറ്റ്യൂഡ് ഹൗസിൻ്റെ വാട്ടർ ടിൻ. ഇത് ഓറഞ്ച് 8 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഒരുപാട് റെഡ് ഷെയ്ഡ് ഉണ്ട്, പിങ്ക് ഷെയ്ഡ് ഉണ്ട്, എല്ലാം ട്രൈ ചെയ്യാം. കോസ്റക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസൻസ് 93 റുപ്പീസിന് 30% ഓഫിന് അവൈലബിൾ ആണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. ഓൾസോ ഫോർ കോമ്പിനേഷൻ സ്കിൻ ടോൺ.
ഇത് നിങ്ങൾക്ക് ഇതിൽ അഡ്വാൻസ് നെയിൽ 96 മ്യൂസിൻ പവർ എസൻസ് ആണ്. നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം മുഖം ഒന്ന് വെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു പ്ലംബി സ്കിൻ ആവശ്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട്. ഡെയിലി നൈറ്റ് റൂട്ടീനിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിലോ 950 റുപ്പീസിന് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വേറെ സെറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്ത് മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യാം. സോ വേറെ സെറമായിട്ട് അത് റിയാക്ട് ചെയ്യില്ല. നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. വല്ല ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അവോയ്ഡ് ചെയ്യുക. എന്നാലും ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നു.